ഇന്നത്തെ വീഡിയോ ഗ്രീൻ കളർ ചിക്കൻ കറിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം പീസ് പട്ട, 4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, അതേപോലെ തന്നെ ഒരു ബേ ലീഫും കൂടെ കട്ട് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വന്നാൽ മതിയാകും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മല്ലിയില, പുതിനയില എന്നിവ ഒരു പിടിയാണ് എടുത്തേക്കുന്നത്. ഇനി 5-6 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിടി കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചിക്കനിൽ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 8 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനകത്ത് കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി കിട്ടും, അതേപോലെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഒരു 1/2 കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്